ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയം ആയിട്ടുള്ള മറൈൻ വേൾഡ് എന്നൊരു അക്വേറിയത്തിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാവക്കാട് നമ്മുടെ എടക്കയ്യൂർ പഞ്ചവടി ബീച്ചിൻ്റെ സൈഡിലാണ് ഈ അക്വേറിയം അവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അക്വേറിയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് നല്ലൊരു അക്വേറിയം കാണാം, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു അടിപൊളി സ്പേസ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം ബീച്ചിലും കൂടെ പോയിട്ട് ഒരു സൺസെറ്റും കൂടെ കണ്ട് തിരിച്ചു പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് പാർക്കൊക്കെ ഉണ്ട്. അവിടെ എൻട്രി ഫീ ഉണ്ട്, 80 രൂപയാണ്. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. പിന്നെ അവിടെ ഒരു ഹോട്ടലുണ്ട്. അതിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് നേരെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയും പാർക്കായിട്ട് അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ബേർഡ് പാർക്ക് ഉണ്ട്. അവിടെ നമുക്ക് ഫിഷിന് ഫുഡ് കൊടുക്കാം, പിന്നെ ബേർഡ്സിനും ഫുഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷം ഒന്ന് കാണാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ ഈ ഒരു ഏരിയയിലുള്ള നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത്രയും നല്ലൊരു സ്പോട്ടാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ബേർഡ് പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 40 രൂപയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ. നല്ലൊരു അടിപൊളി ഫിഷുകളാണ്, നല്ല വലുപ്പമുള്ള ഫിഷുകളാണ്. കേൾക്കാം കേൾക്കാം. കുത്തുവോ? അപ്പോൾ ബേർഡ് പാർക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളിങ്ങനെ നേരെ പോകുമ്പോൾ നമ്മൾ അക്വേറിയത്തിൻ്റെ അവിടെ എത്തും. അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വലിയ ആൾക്കാർക്ക് 350 രൂപയും 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീ ഇല്ല. ഇതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കയറിയ കാണുന്ന കാഴ്ചകൾ. ഇതാണ്. ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നത് കാണുന്നില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഫിഷ് പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനാണ് അവർ കാലിട്ടിട്ട് ഇരിക്കുന്നതാണത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് നല്ല അടിപൊളി അക്വേറിയങ്ങൾ ഇവിടെ കാണാം.
ഇവിടെ എല്ലാം ഓരോ സെക്ഷനായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സെക്ഷൻ കഴിഞ്ഞു. സെക്കൻഡ് സെക്ഷനാണിത്. ഇവിടെ ഒരു മഞ്ഞുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ അതുപോലെയാണ് പെൻഗ്വിനൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പിച്ചിട്ട് തന്നെ AC ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരം ഇവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ മീനിന് നമുക്ക് ഫുഡ് കൊടുക്കാനും പറ്റും ഇവിടെ. പക്ഷേ ഒരു ബോട്ടിൽ വാങ്ങിക്കുക ചെയ്യാം. ബോട്ടിൽ വാങ്ങിച്ചിട്ട് ആ ബോട്ടിൽ ഫുഡ് നമുക്ക് കൊടുക്കാം. ഇവിടെ നല്ലൊരു രസമുണ്ട് കാണാനൊക്കെ ആയിട്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ കിടക്കാം. ഇതാണ് അടുത്ത സെക്ഷൻ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വെറൈറ്റി ഫിഷുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഓരോ കുഞ്ഞു അക്വേറിയായിട്ട് ഓരോ അക്വേറിയും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ മീനനുസരിച്ചുള്ള വെള്ളത്തിൻ്റെ കളേഴ്സ് വരെ അവർ വ്യത്യാസമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കയറാം. ഇവിടെ നല്ലൊരു അടിപൊളി സ്പേസാണ് കേട്ടോ. ഇവിടെ ഇതിൻ്റെ താഴെ നമുക്കൊരു ആമുണ്ട്, കാണിച്ചു തരാം. ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അവർ സൗണ്ട് എഫക്ട്സ് കൊടുക്കുന്നുണ്ട്. ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മളെങ്ങനെ കയറിയാലും എങ്ങനെ ഇരിക്കും ആ ഒരു ഫീലിലാണ് അവർ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ സൗണ്ട് അവരുടെ വെക്കുന്നുണ്ട്. പിന്നെ ലൈറ്റും മരങ്ങളും ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ടുള്ള മരങ്ങളും ആ ഒരു വേലിയും ഒക്കെ അതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഫിഷുകളും ഇവിടെ ഉണ്ട്. നല്ല വലുപ്പമുള്ള ഫിഷുകളാണ്. പിന്നെ ഓരോ മാനുകൾ, വെള്ളച്ചാട്ടം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സ്പേസാണിത്. ഈ ഒരു സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങാനുള്ള ഒരു സ്റ്റെപ്പാണ്. ഇവിടെ നോക്കിയാൽ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ കുഞ്ഞു അക്വേറിയങ്ങളാണ്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ലൊരു അടിപൊളി സ്റ്റാർ ഫിഷ് ഉണ്ട്. പിന്നെ ഇതെന്താ അതിൻ്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതാ ഈ മീനിനെ കണ്ടു. ഇതൊരു കല്ല് കിടക്കുന്ന പോലെ ഇല്ല, പക്ഷെ അതൊരു ഒറിജിനൽ മീനാണ് കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് കാഴ്ചകളൊക്കെ കണ്ടു നോക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ കാണുന്ന ഓരോ കളർഫുൾ ലൈറ്റിലും ഓരോ ഫൈറ്ററാണുള്ളത്. എല്ലാത്തിലും ഓരോ ഫൈറ്ററുകൾ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ അടിപൊളിയായിട്ടുള്ള സംഭവം ഇവിടുത്തെ വെള്ളത്തിൻ്റെ ക്ലിയറാണ്. നല്ല ഫിൽറ്ററാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം തന്നെ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്ന ഒരു വെള്ളമാണ്. ഇതവിടെ നല്ലൊരു അടിപൊളി മീൻ നമുക്ക് കാണാം. നല്ല അടിപൊളി ഒരു സ്റ്റാർ ഫിഷ് അവിടെ കിടക്കുന്നുണ്ട്. ഒരു കടലിൻ്റെ അടിഭാഗം എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് ഇവർ അതിൻ്റെ വാൾപേപ്പറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം. ഇവിടെയൊക്കെ ഫുള്ള് AC ആണ് കേട്ടോ. അപ്പം നമുക്ക് ചൂടിൻ്റെ ഒരു പ്രശ്നമേ വരുന്നേ ഇല്ല. പിന്നെ ഇവിടുത്തെ മീനുകളും ഒക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 350 രൂപ കൊടുക്കുന്നത് ഒരു കൂടുതലായിട്ടേ തോന്നുന്നില്ല. കാരണം അത്രയും നല്ല അടിപൊളി സ്ഥലം തന്നെയാണിത്. ഇത് നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട ആ സംഭവമാണ്. അതിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത്. ആ മരങ്ങളിലൊക്കെ വേരൊക്കെ അതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്പേസാണ്. ഇവിടെ ഒരു പവിഴപ്പുറ്റ് പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ മീനുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെമ്മീനെ പോലെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓരോ മീനിനും ഓരോ തരത്തിലാണ്
സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെറുതെ ഒരു പോണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കില്ല, ഓരോ പോണ്ടും ഓരോ വെള്ളച്ചാട്ടം പോലെയും ഒക്കെ ഓരോ കാടിൻ്റെ ഒക്കെ ഒരു ഫീല് കിട്ടുന്ന ഒരു രൂപത്തിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ സെറ്റിങ്സാണ് ഏറ്റവും അതിൻ്റെ ഹൈലൈറ്റായിട്ട് എപ്പോഴും നിൽക്കുന്നത്. എന്നിട്ട് സെക്കൻഡ് മീനുകൾ നിൽക്കുന്നുള്ളൂ, അത്രയ്ക്കും അടിപൊളിയാണ് അവിടുത്തെ ഓരോ സെറ്റിങ്ങുകളും. ഒരുപാട് കാലത്തെ എഫേർട്ടിൻ്റെ ഫലമാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ കിടക്കാം. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇനി അടുത്ത സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ അതായത് ഈ അക്വേറിയത്തിൻ്റെ മുകളിലൊക്കെ ഒരു കാടിൻ്റെ ഒരു ഫീൽ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു വേട്ടയാടുന്ന മനുഷ്യന്മാരെ പോലെ കുറേ
ആൾക്കാർ ആദിവാസി മനുഷ്യന്മാരെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അക്വേറിയത്തിൻ്റെ ഉള്ളിലൊക്കെ ഓരോ മൃഗങ്ങളെയും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഒരു ഹിപ്പോപ്പൊട്ടാമസ് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു കാടിൻ്റെ ഒരു ഫീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മരങ്ങളൊക്കെ, ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള മരങ്ങളാണ്, നമുക്ക് കണ്ടാലേ തോന്നത്തില്ല. അതുപോലെ നല്ല ഒറിജിനാലിറ്റി ആയിട്ട് എല്ലാം ഇവിടുത്തെ സെറ്റിങ്സാണ്, ഞാൻ പിന്നെയും പറയും, സെറ്റിങ്സാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പുതിയ പുതിയ ഐഡിയാസും അവർ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു സംഭവം. ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി വലിയ മീനുകളുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ ഇതിലൊരു സ്പെഷ്യലായിട്ട് ഒരാളും നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളും വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഓരോ ആൾക്കാർക്കും സമയം കൊടുത്തിട്ട് അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും പിന്നെ എയർ വിടുന്നതും ഒക്കെ കാണിച്ചു തരുന്നുണ്ട് അവർ. നല്ല വലിയൊരു മീൻ പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ വെളിച്ചം പുറത്തേക്ക് വരുന്നതുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാ ഇവരാണ്. ഇവർ ഓരോരുത്തർക്കും സമയം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ആൾക്കാരുമായിട്ട് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർ എയർ വിടുന്നതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. വലിയ ബബിൾസ് ആക്കിയിട്ടൊക്കെ കാണിച്ചു തരും. ഇനി നമ്മുടെ അവസാനത്തെ സെക്ഷനാണിത്. ഇതോടെ നമ്മൾ ഒരു ഫിഷിൻ്റെ ഭാഗങ്ങളൊക്കെ തീർന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ വലിയൊരു മീനെ കാണുന്നില്ല. അതിൻ്റെ ഉള്ളിൽ വയനാടൻ പ്രൊഡക്ട്സൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണത് കേട്ടോ. ഇനി ഇതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ഫിഷിന് ഫീഡ് ചെയ്യിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അത് ഫ്രീ ആണ്. അത് നമുക്കിവിടെ ഫിഷിന് ഫുഡ് കൊടുക്കാം. ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കല്ല, കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഇതിലിറങ്ങിയിട്ട് മീനിനെ പിടിക്കാം. അത് വേണമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ ചെറിയൊരു എമൗണ്ട് കൊടുക്കേണ്ടതുണ്ട്. അവരവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റാണ്. നമുക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതവിടെ ഒരു പാർക്കുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ ഒരു ഓപ്പൺ പാർക്കുണ്ട്. അവിടെ ഒരു പേ ചെയ്യേണ്ട പാർക്കുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു ബീച്ചുണ്ട്. നേരെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ബീച്ചിലെത്താൻ പറ്റും. അവിടെ നല്ല ഹോട്ടലും ഒക്കെ ഉണ്ട്. നമുക്ക് ജ്യൂസൊക്കെ കുടിച്ച് ബീച്ചിൽ കാറ്റൊക്കെ കൊണ്ടിട്ട് കുറച്ച് നേരം കടലിലൊക്കെ കളിച്ച് സൺസെറ്റൊക്കെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലൊരു അടിപൊളി സ്പോട്ടാണിത്. അപ്പോൾ വരാൻ താല്പര്യമുള്ളവരൊക്കെ വരിക, കാണുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.